ഏറ്റവും പ്രിയം നിറഞ്ഞ സീറോ മലബാർ സഭാ വിശ്വാസികളെ, ഇന്ന് 24/6/2025 ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് അനുദിന ബലിയർപ്പണം. എന്നാൽ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പള്ളി അടച്ചുപൂട്ടുകയും ഏതാണ്ട് 4.5 വർഷത്തോളമായി ഇവിടെ കുർബാന ഇല്ലാതായിരിക്കുന്നു. ഇവിടുത്തെ ഇടവക ജനങ്ങൾ വളരെ ആത്മീയ ബോധമുള്ളവരും വളരെയധികം പ്രാർത്ഥന നിരതരുമാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ നടമാടിയ വിമത ആഭിചാര കുർബാന മൂലമാണ് ഇവിടെ 2022 ഡിസംബർ 24 പള്ളി അടയ്ക്കേണ്ടി വന്നത്. തുടർന്ന് പല അഡ്മിനിസ്ട്രേറ്റർമാരും വികാരിയായും വൈദികർ മാറി മാറി വന്നെങ്കിലും നാളിതുവരെ വിശ്വാസികളെ ഒരുമിപ്പിച്ച് നിർത്താനോ കുർബാനക്രമം സൃഷ്ടിക്കാനോ ഈ വൈദികർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. എന്ന് തന്നെയല്ല, ഒരു വൈദികന് പോലും ഇവിടെ സമാധാനമായി ശുശ്രൂഷ ചെയ്യാൻ സഭാവിരുദ്ധർ, സഭാദ്രോഹികൾ അനുവദിക്കുന്നുമില്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സഭയാണ് വലുത്. സഭാ അധികാരികളാണ് ഓരോ മാറി മാറി വരുന്ന ആരാധനാക്രമങ്ങൾ പുനരാവിഷ്കരിക്കുന്നതും അത് സഭയ്ക്ക് നൽകുന്നതും. അതിനോട് ബന്ധപ്പെട്ട അധികാരികൾ, ആരാധനാക്രമ പണ്ഡിതരും പഠിച്ചതിന് ശേഷം വീണ്ടും അത് വത്തിക്കാൻ പുനഃപരിശോധിച്ച് ആരാധനാക്രമം യോഗ്യമാണെന്ന് തെളിയുന്നതിനോടെയാണ് ഇത് സഭയ്ക്ക് നൽകപ്പെടുന്നത്. ഇപ്രകാരം സീറോ മലബാർ സഭയ്ക്ക് നൽകിയ ഏകീകൃത വിശുദ്ധ കുർബാനയുടെ നടത്തിപ്പ് സംബന്ധിച്ചിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ വഷളായി തുടങ്ങിയത്. ഇവിടെ 430ഓളം വൈദികരുള്ളതിൽ ഏതാണ്ട് 30ഓളം വൈദികരാണ് മഹാപ്രശ്നക്കാരായി സീറോ മലബാർ സഭയെ തകർക്കുവാൻ മുൻപിൽ നിൽക്കുന്നത്. അതിൽ തന്നെ 6-7 തീവ്രവാദികളായ, എന്തിനും മടിയില്ലാത്ത സാമ്പത്തിക തിരിമറികൾ, ക്രമക്കേടുകൾ, മറ്റ് കുൽസിത പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്ന ഒട്ടും വിശുദ്ധിയില്ലാത്ത ചില വൈദികർ മാത്രമാണ് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 6-7 പേർക്ക് വേണ്ടിയിട്ട്, അവരോട് കൂടി നിൽക്കുന്ന 10, 30, 40 വൈദികർക്ക് വേണ്ടി ഒരു രൂപത മുഴുവനുമുള്ള വൈദികർ അവരെ ഭയപ്പെട്ട് കുർബാനക്രമത്തെ അട്ടിമറിച്ച് സഭയെ ധിക്കരിച്ച് സഭാ അധികാരികളെ അനുസരിക്കാതെ വിശ്വാസികൾക്ക് ദുർമാതൃകയായി കുറേ അൽമാരെയും കൂടെ ചേർത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സഭാദ്രോഹവുമായി നടന്നിട്ടും ഇവിടുത്തെ അധികാരികൾ ആരും, പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ്, ഇവരുടെ മേൽ യാതൊരു നടപടികളും എടുത്തില്ല എന്നുള്ളത് അത്യന്തികം അപലപനീയമായ കാര്യമാണ്. പ്രിയ വിശ്വാസികളെ, കാൽവരിയിൽ ക്രിസ്തു അർപ്പിച്ച ഒരു ബലി അത് ലോകരക്ഷയ്ക്ക് വേണ്ടിയും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാകയാൽ ഇവിടെ ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന തലശ്ശേരി രൂപതാധ്യക്ഷനായ മാർ പാംപ്ലാനി ഇവിടുത്തെ വികാരി, മെട്രോപൊളിറ്റൻ വികാരിയായി മാറുകയും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഈ രൂപതയിൽ, അതിലും അതിപ്രധാനമായ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലോ, കഴിഞ്ഞ 4 മാസമായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ വികാരിയോ ഇവിടെ യാതൊരു കാര്യവും ചെയ്യുന്നില്ല എന്ന് തന്നെയല്ല, ഈ ബസിലിക്കയിൽ ഒന്ന് കാല് കുത്തുക പോലും ചെയ്യാതെ
ഇവിടുത്തെ വിമത പ്രവർത്തനത്തെ പൂർവാധികം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആരാധനാക്രമത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന വിശ്വാസ സമൂഹമാണ് സീറോ മലബാർ സഭയിലുള്ളത്. ലോകമെമ്പാടുമുള്ള 35 രൂപതകളിലുമുള്ള വിശ്വാസികൾ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വികാരിയും നടത്തുന്ന ഈ തുടർ നാടകത്തിന് തിരശ്ശീലയിടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഏറ്റവും വൈകാതെ തന്നെ ഇവിടെ സമരപന്തലിൽ ബസിലിക്കയുടെ മുമ്പിൽ ബസിലിക്കയുടെ ഉപകാംഗങ്ങൾ ഇവിടെ നടത്തുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയും സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട മണവാളൻ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്ററെ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയും എല്ലാ രൂപതക്കാരും ഏകപക്ഷീയമായി ശക്തമായ നടപടികൾ ആരംഭിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.